ഇതേപോലെ ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് സബയോനെ ഓർ സബയോൺ ഉണ്ടാക്കി നോക്കിയാലോ? ഫുൾ വീഡിയോ തുടർന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കൊരു കിടിലൻ ഡെസേർട്ട് നിമിഷത്തിനുള്ളിൽ റെഡിയാക്കിയാലോ? അതിന് വേണ്ട കുറച്ച് സ്ട്രോബെറി, ഇതേ നല്ല ഫ്രഷ് സ്ട്രോബെറി, അതിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. ബോളിലേക്ക് ഇതേത് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഗുണേ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ സ്ട്രോബെറിയിലത്തെ മധുരവും അതിൻ്റെ ഒരു പുളിയും ഇതും കൂടി ആകുമ്പോൾ ഇവനാൾ പൊളിക്കും. അതിനെ ഇളക്കി സൈഡിലേക്ക് വെച്ചേക്കാം. ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചേക്കാം. അതിൻ്റെ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ നമുക്കൊരു ബോൾ വേണം. അതിങ്ങനെ ടച്ച് ചെയ്യണം ആ വെള്ളത്തിൻ്റെ കറക്റ്റ് മുകളിൽ. അത് അത്ര വെള്ളമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ മുട്ട, അതിൻ്റെ ഉണ്ണിയും അതിൻ്റെ വൈറ്റും രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ആ വൈറ്റ് നമുക്ക് ഇതിലും വേണ്ട കേട്ടോ. പക്ഷെ വൈറ്റ് ഉണ്ടാക്കാനുള്ള പല റെസിപ്പികളും എൻ്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ഉണ്ണീനെ ബിസ്ക്കറ്റ് ഒന്ന് അടിക്കുക. ഇച്ചിരി പഞ്ചസാര ആദ്യം ഇടാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞൊന്ന് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഇടാം. അത് കഴിഞ്ഞ് പഞ്ചസാരയും ഇതും തമ്മിലുള്ള ഒരു യോജിപ്പുണ്ടല്ലോ, എല്ലാം മെൽറ്റായി വന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം നമ്മളെ കിടന്ന് വിളിക്കണ്ടാവും. വാ 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 ഞാൻ ചൂടായി എന്നും പറഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ബോളെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ബിസ്ക് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കഴിക്കൊക്കെ വേദന ഉണ്ടാവുന്നേ, പക്ഷെ അത് തിന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ വേദന മറക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു മെക്സിക്കൻ ലിക്വറാണ് കേട്ടോ. ശരിക്കും ഇതിന് ഉപയോഗിക്കേണ്ടത് ഒരു മാർസല്ല വൈനാണ്. പക്ഷെ ഇതും ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷൻ ഉണ്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതും രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്വീറ്റ് ലിക്വറോ വൈനോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതും ആഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അതിൻ്റെ ഒരു കളർ ചേഞ്ചിങ്ങും അത് തിക്കായി വന്നുകൊണ്ടിരിക്കും. കസ്റ്റേർഡിൻ്റെ തിക്കിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. അടിച്ചുകൊണ്ടിരിക്കണം. വലിയ നേരമൊന്നും വേണ്ട, ഒരു 6-7 മിനിറ്റിനുള്ളിൽ ഇവൻ സാധനം റെഡിയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കായി കഴിയുമ്പോൾ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി എവിടെ പ്രസൻറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു വൈൻ ഗ്ലാസ്സാണ്. വൈൻ ഗ്ലാസ്സിലേക്ക് നമ്മുടെ സ്ട്രോബെറി കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കണം. അത് നോക്കി ഇങ്ങനെ ഇരിക്കും അവൻ കിടലനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കുഞ്ഞ് പീസ് പ്ലം കേക്ക് പിന്നെ ഒരു ബിസ്കൂട്ടി കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും ഇമ്പ്രസ് ചെയ്യും. ഈ ബിസ്കൂട്ടിയുടെയും റിച്ച് പ്ലം കേക്കിൻ്റെയും റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? വോ, ആ കസ്റ്റേർഡ് കിടലിനാണ് കേട്ടോ. പിന്നെ സ്ട്രോബെറി കടിക്കുമ്പോൾ അത് വേറെ ലെവല്. ആ മെക്സിക്കൻ ലിക്കർ ഉണ്ടല്ലോ, ഇതിന്റെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.